ഹായ് ടീം, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് AWS ക്ലൗഡ് സർവീസായ EC2ൻ്റെ ഹാൻഡ്സ് ഓൺ ചെയ്യാം. ഓക്കെ, അതിനായി നമ്മൾ EC2 എന്ന് പറയുന്ന സർവീസ് സെർച്ച് ചെയ്യുക. EC2 സർവീസിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞ് കാണാം. ഇൻസ്റ്റൻസസിൽ ലോഞ്ച് ഇൻസ്റ്റൻസ് നമ്മളൊരു ഇൻസ്റ്റൻസ് ഓക്കെ, ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഇൻസ്റ്റൻസിനൊരു പേര് കൊടുക്കാം ഫസ്റ്റ്. ഓക്കെ, അടുത്തതായിട്ട് AMI എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം AMI എന്ന് പറയുന്നത് ഒരു പ്രീ കോൺഫിഗേർഡ് ടെംപ്ലേറ്റ് ആണ്. അതനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കൊരു ലൈനക്സ് സെർവറോ വിൻഡോസ് സെർവറോ ഏതാണോ നമുക്ക് വേണ്ട OS, അതുപോലെ തന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് ഇതെല്ലാം അനുസരിച്ച് ഒരു AMI നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു AMI ചൂസ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഫ്രീ ടയറിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു AMI ചൂസ് ചെയ്യുകയാണ് ലൈനക്സിൽ. ഓക്കെ, അതിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻസിൻ്റെ ഒരു സൈസ് ആൻഡ് അതിൻ്റെ യൂസ് കേസ് അനുസരിച്ച് നമ്മുടെ ഏത് ഇൻസ്റ്റൻസ് ഫാമിലിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതും ഞാൻ ഒരു T2 മൈക്രോ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. ഫ്രീ ടയറിൽ എലിജിബിൾ ആണത്. ഓക്കെ, അതേപോലെ കീപ്പെയർ എന്ന് പറയുന്നതും ഒരു സെക്യൂർ ലോഗിൻ ഇൻഫോർമേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ അതും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കീപ്പെയർ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കീപ്പെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കീപ്പെയർ ടൈപ്പ്, കീ ഫയൽ ഫോർമാറ്റ് എല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് കീപ്പെയറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കീപ്പെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു സെക്യൂർ ആയ പ്ലേസിൽ സേവ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നെറ്റ്വർക്ക് സെറ്റിങ്ങിലാണ് നമ്മൾ ഏത് VPCയിലാണ് ഏത് സബ്നെറ്റിലാണെന്നെല്ലാം ചൂസ് ചെയ്യണത്. അത് നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് റിക്വയർഡായ VPC സെലക്ട് ചെയ്ത് അതിൻ്റെ പെർട്ടിക്കുലർ സബ്നെറ്റ് എല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു അക്കൗണ്ടിൽ ഡീഫോൾട്ട് VPC ആണുള്ളത്. അപ്പോൾ ഞാൻ ഇതിലത്തെ എല്ലാം ഡീഫോൾട്ട് സെറ്റിങ്ങിൽ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യണം. അതേപോലെ ഇവിടെ ഓട്ടോ അസൈൻ പബ്ലിക് IP എനേബിൾ ആയിട്ടാണ് ബൈ ഡിഫോൾട്ട് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു പബ്ലിക് IP അറ്റാച്ച് ചെയ്യണോ എന്നാണത്. ഇപ്പോൾ നമുക്ക് പബ്ലിക്കലി ആക്സസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓർഗനൈസേഷനിൽ നമുക്കൊരു സെക്യൂർ ആയത് വേണം. ഒരു പ്രൈവറ്റ് സബ്നെറ്റിലാണെങ്കിൽ നമുക്കിവിടെ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ അതിൽ പബ്ലിക് IP അറ്റാച്ച് ആയി വരില്ല. അതേപോലെ നമ്മുടെ ഫയർവാൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്കൊരു പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഈ ഒരു ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഡീഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അതിൽ ഇൻബൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഫീൽഡാണിത്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇൻബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിങ് ട്രാഫിക്കിനും ഔട്ട് ബൗണ്ട് എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് ട്രാഫിക്കിനുള്ള റൂൾസാണിത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെർവറിന് നമ്മൾ ആദ്യം ഒരു SSH ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ആ സെർവറിന് ആക്സസ് ചെയ്യണം. ഫ്രം ഔട്ട്സൈഡ് ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഫ്രം എനിവേർ എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് ഔട്ട്സൈഡ് ഇൻ്റർനെറ്റിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SSH എന്ന് പറഞ്ഞ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പ്രോട്ടോകോൾ TCP പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 22 എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് വന്നു. അതേപോലെ തന്നെ ഇനി അതും നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൈ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏത് സെർവറിനാണോ അത് പ്രൊവിഷൻ ചെയ്യുന്നത് ആ സെർവറിൻ്റെ IP അങ്ങനെ അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എനിവേർ എന്ന് പറഞ്ഞ് പ്രൊസീഡ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അഡീഷണൽ റൂൾസ് വേണം, അഡീഷണൽ ആക്സസ് വേണം ഇതിനെങ്കിൽ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. അതിപ്പോൾ നമുക്കൊരു HTTP ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് എനിവേർ എന്ന് പറഞ്ഞ് കൊടുത്ത് അപ്പോൾ 22 പോർട്ടും 80 പോർട്ടും ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നു ഇൻബൗണ്ടിൽ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോറേജ് കോൺഫിഗറേഷൻ. സ്റ്റോറേജിലും നമുക്കതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ റൂട്ട് വോളിയം GP2 വേണോ GP3 വേണോ അത് പ്രൊവിഷൻ ഡയോപ്സ് വേണോ എന്നുള്ളതൊക്കെയാണ്. നമുക്കിപ്പോൾ GP3 എന്ന് പറയുന്നതും ജനറൽ പർപ്പസിനാണ്, പക്ഷേ അത് മോർ ചീപ്പറാണ്, അതുകൊണ്ട് അത് ചൂസ് ചെയ്യാം. പ്രൊവിഷൻ ഡയോപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹൈ പെർഫോമൻസ് ഉള്ള ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഹെവി വർക്ക് ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊവിഷൻ ഡയോപ്സിന് പോകാം. ഇപ്പോൾ കറൻറ്റ് യൂസ് കേസിൽ നമുക്കൊരു GP3 വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ,
ഇനി അടുത്തത് നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസിൽ നമുക്ക് ഇങ്ങനെ പർച്ചേസിങ് ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ പറയണ്ടായി ഏത് ഇൻസ്റ്റൻസും ഇനീഷ്യൽ നമുക്ക് ഒരു ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഹയർ ഇൻസ്റ്റൻസ് ലോവർ പ്രൈസിൽ വേണമെങ്കിൽ നമുക്കൊരു സ്പോട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഉള്ള ഡിഫറെൻറ്റ് ഫീൽഡ്സ് നമ്മൾ സെലക്ട് ചെയ്യാനാണ് അഡ്വാൻസ് സെറ്റിംഗ്. കറൻ്റ്ലി നമുക്കിതെല്ലാം ബൈ ഡിഫോൾട്ട് ഉള്ളത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഇത് IAM ഇൻസ്റ്റൻസ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് IAM റോൾ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസിന് S3 ബക്കറ്റ് ആക്സസ് ചെയ്യണം, നമ്മൾ IAMൻ്റെ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ പറയണ്ടായി IAM റോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ റോളിൽ പെർമിഷൻ കൊടുത്ത് അത് EC2ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു IAM റോൾ ക്രിയേറ്റഡ് ആണെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് ആ റോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അതിനുള്ള ഓപ്ഷൻസൊക്കെയാണ്. ഇപ്പോൾ ഇതാ പർച്ചേസിങ് ഓപ്ഷനിൽ നൺ എന്ന് പറയുമ്പോൾ ഇത് ഓൺ ഡിമാൻഡ് ആയിട്ട് വരും. ഇപ്പോൾ സ്പോട്ട് ഇൻസ്റ്റൻസ് വെക്കണമെങ്കിൽ നമുക്ക് സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇതിലുള്ള ഡിഫോൾട്ട് വാല്യൂസ് വെച്ച് പ്രൊസീഡ് ചെയ്യാണ്. ഇനി ഇതൊരു യൂസർ ഡാറ്റയും ഓപ്ഷണലാണ്. യൂസർ ഡാറ്റ എന്ന് വെച്ചാൽ നമുക്കൊരു ഈ ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ യൂസർ ഡാറ്റയായിട്ട് കൊടുക്കാം, ഒരു ബൂട്ടപ്പ് സ്ക്രിപ്റ്റ് പോലെയായിട്ട്. അത് നമുക്ക് ഇപ്പോൾ ഈ സെർവർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൽ ലോഗിൻ ചെയ്ത് അതിനെ കോൺഫിഗർ ചെയ്യണതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂസർ ഡാറ്റയായിട്ട് കൊടുത്താൽ അതിൻ്റെ റൺ ടൈമിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ടൈമിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. ഒരു എക്സാമ്പിളായി പറയുകയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു യൂസർ ഡാറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു അപ്പാച്ചി വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് വെബ് സെർവർ സ്റ്റാർട്ട് ചെയ്ത് അതൊരു ടെസ്റ്റ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നമുക്ക് ഈ ഒരു സെർവർ ആക്സസ് ചെയ്യുമ്പോൾ നമ്മളത് റൺ ചെയ്ത് സക്സസ്ഫുള്ളി റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ വെൽക്കം ടു മൈ AWS EC2 ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു വെബ് പേജ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ സമ്മറി. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റൻസിൻ്റെ ഇതേ കോൺഫിഗറേഷനിൽ പല ഇൻസ്റ്റൻസസ് വേണമെങ്കിൽ നമുക്കിതിൽ അത്ര നമ്പർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഇൻസ്റ്റൻസ് ഒരു വൺ ടൈമിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. കറൻ്റ്ലി നമുക്ക് 1 എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കി നമ്മൾ സെലക്ട് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ AMI ഏതാണ്, ഇൻസ്റ്റൻസ് ടൈപ്പ് ഏതാണ്, അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, വോളിയം, ആ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഈ ഇൻസ്റ്റൻസ് ഇവിടെ പ്രൊവിഷൻ ചെയ്യും. ഓക്കെ, സക്സസ്ഫുള്ളി പ്രൊവിഷൻ. ഇതാണ് ഇൻസ്റ്റൻസ് ID. ആ ഇൻസ്റ്റൻസ് IDയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഇവിടെ ഇൻസ്റ്റൻസ് വിസിബിൾ ആണ്. ഇതിൻ്റെ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് റണ്ണിങ് സ്റ്റേറ്റിലാണ്. കറൻ്റ്ലി ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ഇനീഷ്യലൈസിങ് എന്ന് പറഞ്ഞിട്ടാണ്, ഇനീഷ്യലൈസിങ് സ്റ്റേറ്റിൽ. ഇനി അത് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒരു 3-4 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് 2x2 സ്റ്റാറ്റസ് ചെക്ക് പാസ് എന്ന് പറഞ്ഞ് അതിനുശേഷം നമുക്ക് ഈ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനി ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അടിയിൽ വിസിബിൾ ആണ്. ഇതാണ് പബ്ലിക് IP, ഇതാണ് അതിൻ്റെ പ്രൈവറ്റ് IP, ഇനി ഇതാണ് അതിൻ്റെ VPC സബ്നെറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇവിടെ അടുത്തൊരു ഇവിടെയുള്ള ടാബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടാബിൽ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഡീറ്റെയിൽസ് കാണാം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ ഇൻബൗണ്ട് റൂൾ, ഔട്ട്ബൗണ്ട് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതാണ് ഇൻബൗണ്ട് റൂൾ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്ത 80 പോർട്ടും 22 പോർട്ടും ഫ്രം ഇൻ്റർനെറ്റ് അലൗ ചെയ്ത് ഈ സെർവറിന് കൊടുത്ത ഇൻബൗണ്ട് റൂൾ ഇതാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ന്യൂ റൂൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിക്വയർഡ് അല്ലാത്ത റൂൾ ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഈ റൂൾസ് എല്ലാം സേവ് ചെയ്ത് നമുക്കിതിങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ ഇതാണ് ഔട്ട്ബൗണ്ട് റൂൾ. കറൻ്റ്ലി ഔട്ട്ബൗണ്ട് റൂൾ ബൈ ഡിഫോൾട്ട് AWS സൈഡ് എന്ന് പറയുന്ന ഓൾ ട്രാഫിക് അലൗ ചെയ്തിട്ട് ഇൻ്റർനെറ്റിലേക്ക് അലൗ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതും അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ഇനീഷ്യലൈസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു നമ്മുടെ സെർവറിൻ്റെ നാക്കിളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു, അതിനെക്കുറിച്ചൊന്ന് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സബ്നെറ്റ്. ഈ സബ്നെറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് സബ്നെറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള നാക്കിൾ ഏതാണ്, അതിൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് വരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ സബ്നെറ്റ്. ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിൽ നെറ്റ്വർക്ക് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നാക്കിളിൻ്റെ ഇൻബൗണ്ട് റൂൾ ആൻഡ് ഔട്ട് ബൗണ്ട് റൂൾ. കറൻ്റ്ലി അത് ഡീഫോൾട്ട് നാക്കിളാണ്. അപ്പോൾ AWS സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓൾ ട്രാഫിക് എലൗ എന്ന് പറയണ ഇൻബൗണ്ട് റൂളും ഓൾ ട്രാഫിക് എലൗ എന്ന് പറയണ ഔട്ട് ബൗണ്ട് റൂളും. നാക്കിളിൽ നമ്മൾ പറയുണ്ടായി റൂൾ നമ്പർ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രയോറിറ്റി. അപ്പോൾ കറൻ്റ്ലി 100 എന്ന് പറഞ്ഞ എലൗ കൊടുത്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി വന്ന് എല്ലാ ട്രാഫിക്കും എലൗ ചെയ്യും. ഡിനൈ എന്ന് പറയുന്നത് ലാസ്റ്റിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കറൻ്റ്ലി ഒരു ട്രാഫിക്കും ഇവിടെ ഡിനൈ ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു പുതിയ ട്രാഫിക് പുതിയ റൂൾ ആഡ് ചെയ്യണം. അത് ആ ഒരു പെർട്ടിക്കുലർ IP മാത്രമേ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ഇപ്പോൾ 2x2 ചെക്ക് പാസ് എന്ന് പറഞ്ഞ് കാണിച്ചു. അതായത് ഇനി നമുക്ക് ഈ സെർവർ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പബ്ലിക് IP HTTP പോർട്ടാണ്, നമ്മൾ AT പോർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അത് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സെർവർ ആക്സസിബിൾ ആണ്. നമ്മളവിടെ കൊടുത്ത ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ വിസിബിൾ ആണ്. വെൽക്കം ടു മൈ AWS EC2 ഇൻസ്റ്റൻസ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ആണ് ഈ റിസർവ്ഡ് ഇൻസ്റ്റൻസ്, സേവിങ്സ് പ്ലാൻ, സ്പോട്ട് റിക്വസ്റ്റ്, ഇതെല്ലാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റിസർവ്ഡ് ഇൻസ്റ്റൻസ്, ഇപ്പോൾ സേവിങ്സ് പ്ലാൻ, റിസർവ്ഡ് ഇൻസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു 1 or 3 year കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെർവറിൽ നമുക്കതിനെ റിസർവ് ചെയ്തും ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് റിസർവ്ഡ് ഇൻസ്റ്റൻസ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ സേവിങ്സ് പ്ലാൻ എല്ലാം പർച്ചേസ് ചെയ്യാം. പിന്നെ സ്പോട്ട് ഇൻസ്റ്റൻസസ് ആയിട്ട് ഹൈ ഇൻസ്റ്റൻസിനെ നമുക്ക് ലോവർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്പോട്ട് ഇൻസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെർവറിനെ ടെർമിനേറ്റ് ചെയ്യാം, ഒരു ക്ലീനപ്പ് ആക്ടിവിറ്റി ചെയ്യാം. ഇതിൽ ഇൻസ്റ്റൻസ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റ് ഇൻസ്റ്റൻസ് എന്ന ഓപ്ഷനുണ്ട്. നമുക്കിത് നമ്മുടെ യൂസ് കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ എൻവയോൺമെൻറ്റ് ക്ലീനപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്സ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.